എല്ലാവർക്കും ഇന്നഫ വെല്ലസിലേക്ക് സ്വാഗതം. 2026 തുടങ്ങി, പുതിയൊരു തുടക്കം അല്ലേ? അപ്പോൾ നിങ്ങളിൽ പലരും 2025 കഴിഞ്ഞ് 26ലേക്ക് വരുമ്പോൾ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാറുണ്ട്. ചിലരെടുക്കും, ചിലർ ഓക്കെ സ്കിപ്പ് ചെയ്യും. ചിലർ ആ ഒരു ടൈമിൽ മാത്രം ഞാൻ അടുത്ത വർഷം ഇന്നത് ചെയ്യും, എൻ്റെ ഈ ശീലങ്ങൾ മാറ്റും, ഞാൻ പുതിയൊരു ശീലം സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ജനുവരി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നവർ തന്നെ കുറവാണ്. അപ്പോൾ അതിൽ നമ്മൾ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം റെസൊല്യൂഷൻസ് എടുക്കേണ്ടത് കുഞ്ഞു കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ചെറിയ ശീലം തുടങ്ങി വയ്ക്കുക. ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഒരു ചെറിയ ശീലം തുടങ്ങി വയ്ക്കുക. അതായത് നമ്മളിപ്പോൾ ആരോഗ്യപരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ചെറിയ ചെറിയ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഡെയിലി രാവിലെ ഒരു കറക്റ്റ് സമയത്തിന് എണീക്കുക. കറക്റ്റായിട്ടുള്ള ഉറക്കം സെറ്റ് ചെയ്യുക. ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഞാൻ എന്നും ഉറങ്ങും. അങ്ങനെയുള്ള ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇത് ദിവസവും കണ്ടിന്യൂ ചെയ്തു പോകാൻ നമ്മൾ തന്നെ നമ്മളിലേക്ക് റിമൈൻഡർ വെച്ച് ശ്രദ്ധിക്കുക. നമ്മൾ മാനസികപരമായി ഒരു റെസൊല്യൂഷൻ എടുക്കണം. കാരണം നമ്മുടെ മാനസികാരോഗ്യം വളരെയധികം പ്രധാനമാണ്. മാനസികാരോഗ്യത്തിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തന്നെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുക. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. പലർക്കും ഉള്ള പ്രശ്നമാണ്, നമുക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് പോലും ചിലവാക്കാറില്ല. മറ്റുള്ളവർക്ക് വേണ്ടി, അത് നമുക്ക് പ്രിയപ്പെട്ടവരെ തന്നെ ആകാം, പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടുമ്പോൾ നമുക്ക് വേണ്ടി ഒരു 5 മിനിറ്റ്, നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി, നമ്മളെപ്പോഴോ മറന്ന കുറേ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അതിന് നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് സ്വയം ചിലവഴിക്കണം. അതിന് സമയമില്ല എന്ന് പറയുന്നത് നമ്മളോടുള്ള സ്നേഹമില്ലായ്മയുടെ ഒരു സൂചനയാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു, നമുക്ക് നടക്കുമെന്ന് തോന്നുന്ന ആഗ്രഹങ്ങൾ, നമ്മൾ നടത്തിയെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിലേക്കെല്ലാം ഇനി മുതൽ ഞാനൊരു 5 മിനിറ്റ് ചിലവാക്കും എന്ന ഒരു പുതിയ തോട്ട് നമ്മളിലേക്ക് എത്താം. പിന്നീട് സാമ്പത്തികമായ ഒരു അച്ചടക്കം കീപ്പ് ചെയ്യുക. ഒരു ചെറിയ തുക, ദിവസം 1 രൂപ വെച്ചാണെങ്കിൽ പോലും ആ ദിവസവും ആ 1 രൂപ വെച്ച് നമ്മൾ സേവ് ചെയ്യുക. അപ്പോൾ നമ്മളെടുക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു റെസൊല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു വർഷം മുഴുവൻ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മടി കൂടാതെ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ റിമൈൻഡർ വെക്കുക. അപ്പോൾ ആ റിമൈൻഡർ നമ്മളിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും, ഇത് ചെയ്യണമെന്ന്. എന്നിട്ട് നമ്മൾ തന്നെ ഒരു ജേർണൽ സെറ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പുരോഗതി ഉണ്ടായി, ഞാൻ റെസൊല്യൂഷൻ ചെയ്തത് കൊണ്ട് എനിക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, ഇത് ഞാൻ എന്തൊക്കെ ചെയ്യണം, നാളെ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊരു ജേർണൽ നിങ്ങൾ സ്വയം കീപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഒരു സ്നേഹവും വിശ്വാസവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ 2026 എല്ലാവർക്കും ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.